ഗ്ലാസ് പുതിയതാണോ സാറേ? പെങ്ങളുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നല്ല ലുക്ക്. താങ്ക് യു. സാറേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ചമ്പക്കര മാർക്കറ്റിലേക്ക്. സാറേ, നമ്മൾ 3 പോലീസുകാരേ ഉള്ളൂ. ആ സ്ഥലത്ത് കയറിയാ പിന്നെ കാര്യങ്ങൾ സാറിന് അറിയത്തില്ലേ? ഇടോ, ഗുണ്ടകളുടെ അമ്മത്തൊട്ടില്ല ചമ്പക്കര മാർക്കറ്റ് എന്നെനിക്കറിയാം. പക്ഷേ അതിനകത്ത് പോയി ജെയ്സനെ പൊക്കുമ്പോഴല്ലേടോ പോലീസ് ഹീറോ ആവുന്നത്. അല്ലാതെ അവന്മാരെ പേടിച്ച് സ്റ്റേഷനകത്തിരുന്ന അവന്മാരവിടെ കിടന്ന് പൂണ്ട് വിളയാടുകയില്ലേടോ. പുലിയെ പിടിക്കാൻ പുലിപടയിലേക്ക് തന്നെ കയറി ചെല്ലണം. പേടിയുള്ള ഒരുത്തരും മാർക്കറ്റിലേക്ക് കയറണ്ട. ഞാൻ കയറും. ആ ജെയ്സനെ പൊക്കേണ്ടത് എന്റെ ആവശ്യമാണ്. പക്ഷെ എന്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കാത്തവരെ പിന്നെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കിട്ടിയതിനൊക്കെ തിരിച്ചു തരാൻ പാകത്തിന് സ്വരുക്കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ചെറിയൊരു ഇൻഫർമേഷൻ തരാനാ. സാറ് തിരക്കി നടക്കുന്ന ജെയ്സൺ ഇപ്പൊ ചമ്പക്കര മാർക്കറ്റിലില്ല. പകരം തനിക്കുള്ള കെണിയൊരുക്കി മുട്ടം ഓവർബ്രിഡ്ജിന് അടിയിലുണ്ട്. ജെയ്സൺ മാത്രമല്ല, ഗുണ്ടാ ലിസ്റ്റിലുള്ള പലരും വെറും ലാത്തിയും തൂക്കി പിടിച്ചോണ്ട് അവന്മാരുടെ മാളത്തിലേക്ക് എങ്ങനെ ചെന്ന് കേറിക്കൊടുത്ത വായില് വെടിമരുന്ന് വെച്ചങ്ങ് പൊട്ടിക്കും. അതിനുള്ള കരിമരുന്നും തിരിയും പടക്കോപ്പുകളും കരുതിയാ അവന്മാരിയ്ക്കുന്നത്. കുടുംബമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവര് ചെന്ന് കേറിക്കൊടുക്കരുത്. ഞാനിപ്പോ അവന്മാരെ കണ്ടേച്ചും വരുവാ. അതാ ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ സോമശേഖര, ഞാൻ ഈ വിവരം തന്നോട് പറയുന്നത് ഒരു കടം നമ്മൾ തമ്മിലും ബാക്കിയില്ലേ, അത് ഞാനിപ്പോ അവധിക്ക് വെച്ചിരിക്കുക. ജെയ്സനും കൂട്ടരും തന്നെ എങ്ങാണോ അങ്ങ് കത്തിച്ച എന്റെ കാത്തിരിപ്പങ്ങ് വെറുതെയാവും. ഭീഷണി എനിക്ക് പതിവുള്ളതല്ലെന്ന് തനിക്കറിയാലോ. ഇത് ഞാൻ ചിലർക്ക് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പുറത്താ തന്റെ ജീവൻ ഇങ്ങനെ നിലനിൽക്കുന്നത്. തന്റെ തൊപ്പി എന്ന് തെറിക്കുന്നോ അന്ന് തന്റെ പട്ടടയാ. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ പഴമൊഴി. പക്ഷേ താൻ എങ്ങനെ ചമഞ്ഞ് കിടക്കണ്ട. അതുകൊണ്ട് തനിക്ക് ഈ കൂളിംഗ് ഗ്ലാസിന്റെ ആവശ്യമില്ല. അലറണ്ട. എന്റെ വിലപിടിപ്പുള്ള ഗ്ലാസാ നീ യാതൊരു ദാക്ഷിണ്യമില്ലാതെ അന്ന് ചവിട്ടി പൊടിച്ചത്. അതുകൊണ്ട് ഞാനിതങ്ങ് എടുക്കുക. ജീവൻ രക്ഷിക്കാനായിട്ട് ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തന്നല്ലേ സോമശേഖര. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ നിനക്കൊന്ന് ചവിട്ടി പൊട്ടിക്കാൻ തോന്നിയാ നിനക്ക് പൊട്ടിക്കണ്ടേ? അതിന് നിന്റെ ഈ ഗ്ലാസ് തന്നെ ആവട്ടെ. അപ്പോ പറഞ്ഞ പോലെ കണ്ട തെരുവ് പിള്ളേർക്ക് കുത്തിപ്പടിക്കാനൊന്നും ഈ തടി കൊടുക്കാതെ നീ വണ്ടി തിരിച്ചു വിട്ടോ. ഇത് ശിവൻ വില പറഞ്ഞിരിക്കുന്ന തടിയാ. ഇതിലൊരു ജെയ്സനും പണി പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം പറഞ്ഞതുപോലെ തിരിച്ചു പോവല്ലേ? അതായിരിക്കും സാറിന് നല്ലത്. ഇല്ലെങ്കിലേ പടം ഭിത്തിയെ തൂക്കും പിള്ളേര്. പോട്ടെ സോമശേഖര. എത്രയായി? 100 രൂപ. ദാ. ഇവിടെ ആരുമില്ലേ? ഗോപാലകൃഷ്ണൻ സാറാണല്ലോ. കേറുവാ സാറേ. ഷാലിന് കുഞ്ഞ് ഇതുവരെ വന്നില്ലല്ലോ. അകത്തേറിയിരിക്കാം, ഇപ്പൊ വരും. വാ സാറേ. പിള്ളേ, ഞാൻ വന്നത് സത്യാമ്മയെ ഒന്ന് കാണാനാ, ശാലിനെ കാണാനല്ല. ഞാനിവിടെ ഇരുന്നോളാം. ഒന്ന് വിളിക്കേ. വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. ആരാ പിള്ളേ എവിടെ? ശാലിനി കുഞ്ഞിന്റെ അച്ഛനാണ്. ഗോപാലകൃഷ്ണനോ? അതെ, പുറത്തിരിപ്പുണ്ട്. അയ്യോ, പുറത്തിരിക്കാണോ?
ഗോപാലകൃഷ്ണൻ എന്താ പിള്ളേ, ശാലിനിയുടെ അച്ഛൻ വന്നിട്ട് ഇവിടെയാണോ ഇരുത്തേണ്ടത്? അകത്തേക്ക് വിളിച്ചിരുത്തണ്ടേ? അത് ഞാൻ പിള്ള വിളിച്ചതാ. അല്ല, ഞാൻ തന്നെ എവിടെയെങ്കിലും ഇരുന്നത്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം, അതാ അതിന്റെ ഒരു മര്യാദ. അത് ഞാൻ വന്നത്. എന്ത് കാര്യമായാലും അകത്തിരുന്ന് സംസാരിക്കാലോ. ഓ, വരൂ. ഇങ്ങോട്ടിരിക്കൂ. ഞാൻ വന്നത്. ഇരിക്കേ, ഇരുന്ന് സംസാരിക്കാലോ. ഇരിക്കേ. ആ ഇതാര്? ഗോപാലകൃഷ്ണ? അപ്പൊ ഇങ്ങോട്ടേക്കുള്ള വഴിയൊന്നും മറന്നിട്ടില്ല അല്ലയോ? ഓരോരോ പ്രശ്നങ്ങളിൽപ്പെട്ട് ഓടുകയാണല്ലോ. എല്ലായിടത്തും പോണമെന്നൊക്കെ ഉണ്ട്, നടക്കാറില്ല. പൊന്നി, ചായ എടുക്ക്. അയ്യോ വേണ്ട, ചായ ഒന്നും വേണ്ട. ഞാൻ വന്നത് ഒരു അത്യാവശ്യത്തിനാ. ഇവിടുന്ന് അത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാ വന്നിരിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ അടുത്ത വഴി എനിക്ക് നോക്കണം. എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്തിരിക്കും. പറയൂ.